നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആസാമിലും മറ്റുള്ളിടത്തൊക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് നാശനഷ്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. വേണ്ടാതെ എവിടേക്കും പുറത്തേക്കൊന്നും യാത്ര മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. കാരണം എല്ലാവരും സേഫായിട്ടിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനമുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ശരി, കുടുംബക്കാരാണെന്ന് ആരാണെന്നുണ്ടെങ്കിൽ ശരി, അവർക്കൊക്കെ ഫോൺ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റെങ്ങനെയെങ്കിലും അവരൊക്കെ സേഫാണോ എന്ന് അന്വേഷിക്കുക. പിന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ ചുറ്റുഭാഗത്തുള്ള നമ്മളെ ആൾക്കാർ. കാരണം മറ്റാരും ഉണ്ടാവില്ല. നാളെ നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ തന്നെ വരാനുള്ളത്. അതെപ്പോഴും മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ഒരു 2018 കൂടി നമ്മുടെ നാട്ടിൽ ഇനി താങ്ങാനുള്ള ശേഷിയില്ല. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. എല്ലാവരും സേഫായിട്ടിരിക്കുക.